ഓ ഞാൻ ഒരുപാട് നാളായി ഡ്രാഫ്റ്റിൽ ഇട്ടിരുന്നൊരു വീഡിയോ ആണ് ഇത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ സ്വന്തം മഞ്ചേരിയിലെ പള്ളിയിലേക്കാണ്. ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നൊരു സ്ഥലമാണിത്. ഇവിടെ പോയി കഴിഞ്ഞാൽ തന്നെ നല്ല റിലാക്സേഷൻ ആണ് നമുക്ക്. ഇവിടുത്തെ വിശ്വാസപ്രകാരം ഇവിടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച കാര്യം നടക്കും എന്നാണ്. ഞാൻ ക്രിസ്മസിൻ്റെ സമയത്താണ് പോയത്. അതുകൊണ്ട് തന്നെ പള്ളി ഓപ്പൺ ആയിരുന്നില്ല, പള്ളി അടച്ചതായതുകൊണ്ട് നമുക്ക് ഉള്ളിൽ കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ മഞ്ചേരിക്കാരുടെ സ്വന്തം മാളായ ഇന്ത്യൻ മാളിലേക്കാണ്. ഇന്ത്യൻ മാളിൽ ചെന്നപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. മേമയുടെ കുട്ടികളെയും കൊണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ഔട്ടിങ് പോയതായിരുന്നു. അപ്പോൾ ക്രിസ്മസ് കഴിഞ്ഞതിന് ശേഷം ആയതുകൊണ്ട് തന്നെ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മാളിൽ പോയാൽ നമുക്കറിയാം, നമുക്ക് ഷോപ്പിംഗ് വേണമെങ്കിലും തിയേറ്ററിൽ വേണമെങ്കിലും കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലൊക്കെ ഒരുപാട് സ്ഥലമുള്ളൊരു സ്ഥലമാണ് നമ്മുടെ ഇന്ത്യൻ മാള്. അപ്പോൾ നമ്മൾ ആദ്യം കുട്ടികളുടെ സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അവിടെ കുട്ടികൾക്ക് പല തരത്തിലുള്ള കളികൾ അവൈലബിൾ ആണ്. എല്ലാത്തിനും ചാർജ് വരുന്നുണ്ടെങ്കിലും കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന കളികളും കാര്യങ്ങളും ഉണ്ട് അവിടെ. നമ്മുടെ മഞ്ചേരിക്കാർക്കും മലപ്പുറംകാർക്കും നിലമ്പൂർക്കാർക്കും ഒക്കെ ആണെങ്കിലും ഇന്ത്യൻ മാൾ അറിയുന്നവർക്കൊക്കെ അറിയാം. അവിടെ നമുക്ക് ഇന്ത്യൻ മാളിൽ തിയേറ്റർ ആണെങ്കിലും അതുപോലെ ഷോപ്പിംഗ് മാൾ ആണെങ്കിലും കുട്ടികളുടെ കളിസ്ഥലങ്ങളാണെങ്കിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികളെ കൊണ്ട് പോകുന്നവർ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിൽ ക്യാഷും കൂടെ കരുതണം, കാരണം നല്ല ചാർജ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ നമുക്കൊരു ഫുഡ് കോർട്ടും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് പ്ലേ കഴിഞ്ഞതിന് ശേഷം അവിടെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കഴിക്കാനും കൂടെ നമുക്ക് പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ കുട്ടികളെയും കൊണ്ട് ഇടയ്ക്കൊക്കെ അവിടെ പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല റിലീഫായിരിക്കും. ഫോണിൽ മാത്രം ഒതുക്കി നിർത്താതെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തൊക്കെ കൊണ്ടുപോകുന്നത് നന്നായിരിക്കും. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഡ്രസ്സിങ്ങിൻ്റെ സെക്ഷനിലേക്കാണ്. ഡ്രസ്സിൻ്റെ സെക്ഷനിൽ പല തരത്തിൽ പല മോഡലുകൾ അവൈലബിൾ ആണ്. നല്ല കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കുഞ്ഞുവാവയ്ക്ക് വേണ്ട കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഡ്രസ്സിങ് മാത്രമല്ല, ഷൂവിൻ്റെ കടയാണെങ്കിലും എല്ലാത്തിൻ്റെയും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. പിന്നെ നമുക്കിവിടെ ലിഫ്റ്റ് വേണമെങ്കിൽ ലിഫ്റ്റ് യൂസ് ചെയ്യാം, അല്ല എസ്കുലേറ്ററിലാണ് പോകേണ്ടതെങ്കിൽ എസ്കുലേറ്ററും അവൈലബിൾ ആണ്. അപ്പം നമ്മളവിടെ ചെന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈമിൽ പോയതായതുകൊണ്ട് തന്നെ അവിടെ ക്രിസ്മസ് ട്രീ മറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു എല്ലാം കാണാൻ വേണ്ടിയിട്ട്. നമുക്കിവിടെ പല സെക്ഷനുകൾ വരുന്നുണ്ട്. എൻ്റെ വീഡിയോയിൽ എല്ലാം ഉൾപ്പെടുത്താൻ എനിക്ക് പറ്റിയിട്ടില്ല. ഏറ്റവും മുകൾ ഭാഗമായിട്ട് നമുക്ക് തിയേറ്റർ അവൈലബിൾ ആണ്. അപ്പോൾ മൂവി കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ തിയേറ്ററും അവൈലബിൾ ആണ്. അപ്പോൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളും ഫാമിലി ആയിട്ടൊന്ന് പോയി നോക്കും. കുട്ടികൾക്കാണെങ്കിലും ഫാമിലി ആയിട്ടൊക്കെ ചെന്നിരിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഏരിയയാണ്. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.